ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം. ഇവിടെയാണെങ്കിൽ കുറച്ച് പണികളും കൂടി തീരാനുണ്ട്. പക്ഷേ ഉള്ള സ്ഥലത്ത് അച്ചായി കൃഷി ചെയ്യുന്നുണ്ട്. കുറച്ച് കൃഷി ഇവിടെയുണ്ട്, കുറച്ച് കൃഷി ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും ഉറക്കം വരും ഇവിടെ. ഇതാണ് അച്ചായിയുടെ മുകളിലുള്ള കൃഷി. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ ഒരു സൈഡിൽ ഇല്ലി, നെല്ലി, പുളി ഇവരെല്ലാവരും നിൽക്കുന്നുണ്ട്. നല്ല തണലാണ്. ഈ സൈഡിൽ എപ്പോഴും തണലായിരിക്കും. കുറച്ചധികം നേരം ഞാനവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. കാരണം കിളികളുടെയൊക്കെ സൗണ്ടായിരിക്കുമല്ലോ ഈ ടൈമിൽ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വൈകിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കിളികളുടെ കലകലപ്പിലെ സൗണ്ടും നല്ലൊരു ഇളം കാറ്റും. അതൊക്കെ ഒരു വൈബ് തന്നെയാണ്. പക്ഷേ കുറേ നേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് നേരമൊന്നും ഇരുന്നില്ല, എന്നാലും ഒരു 1 അവറൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫോണിലെ ചാർജ് തീർന്നു പോയി. 1% അതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. സൺസെറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റും. വലുതായിട്ടൊന്നുമല്ല, എന്നാലും കുഞ്ഞിതായിട്ട് സൂര്യൻ ഇങ്ങനെ മറഞ്ഞു പോണത്. പക്ഷെ അതെടുക്കണമെന്നുണ്ടായി, പറ്റിയില്ല. ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അങ്ങനെ ഞാൻ നേരെ താഴത്തോട്ട് പോയി. എന്നിട്ട് ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് അപ്പോഴാണ് കേക്ക് ഇരിക്കണേണ്ടത്. പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ചായക്കാണെങ്കിൽ ബ്രെഡും പഴമായിരുന്നു. പിന്നെ കേക്ക് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അത് കഴിച്ച് ഞാൻ തൃപ്തിയായി. പിന്നെ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ടിട്ടോ. പിന്നെ അതിൽ ഫുഡൊക്കെ കഴിച്ച് അത് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഉച്ചയ്ക്ക് കഴിച്ചാൽ അതേ ഫുഡിനെ നമ്മൾ രാത്രി കഴിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഈ ടൈമിലൊന്നുമല്ല കിടക്കുക. ഒരു 11 മണി 11:30 ഞാൻ കിടക്കുമ്പോൾ TV കളിയൊക്കെ കണ്ടിരിക്കും. പക്ഷെ ഇന്ന് സാധാരണ ദിവസം വരുന്നില്ലല്ലോ. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇച്ചിരി ക്ഷീണിച്ചു പോയി. എനിക്ക് കുറച്ച് കണ്ടൻറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.